അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി, ഇന്ന അവ്വല സുമറത്തിൻ യദ്ഖുലൂനൽ ജന്നത, നിശ്ചയമായിട്ടും സ്വർഗത്ത് കടക്കടെ ആദ്യത്തെ കൂട്ടക്കാർ, അങ്ങ് സ്വർഗത്ത് കടക്കുവാർ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽപ്പെട്ടങ്ങായിരിക്കാർ സ്വർഗത്ത് കടക്കടെ ഫസ്റ്റ് കൂട്ടക്കാർ. അമ്പിയാക്കന്മാർ ആലം കടന്നാൽ പിന്നെ സ്വർഗത്ത് കടക്കടെ ഭാഗ്യം കിട്ടുക മറ്റുള്ള സമുദായത്തിനേക്കാളും ഫസ്റ്റ് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായിട്ടിരിക്കുന്നു. സ്വർഗത്തിൽ കിടക്കടെ 120 സഫായിട്ട് വിഘടനയാക്കിടാറ്. ടോട്ടൽ 120 സഫിക്കിട്. 120 സഫ് എന്നാൽ നിസ്കാര സഫ് പോലെന്തോ അല്ല, ഓരോ സഫിലും എത്രമാ കോടാന മുഅ്മിനീക്കിടാറ്. അപ്പം അങ്ങെല്ലാവരും സ്വർഗത്ത് കടക്കണമായിട്ടിക്കിടാറ്. അതിൽ 80 സഫ് എൻ്റെ ഉമ്മത്തായിട്ടിക്കിടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. ഏതുമാവട്ടെ ആദ്യത്തെ സഫ് അഥവാ ആദ്യത്തെ കൂട്ടക്കാർ സ്വർഗത്ത് കടക്കേണ്ട സന്ദർഭത്തിലും അങ്ങനെ എങ്ങനെ കടക്കുക, അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, അങ്ങനെ എത്ര ചന്ത ചെന്നെങ്കിൽ പോനാലാമത്തെ ജാവും എങ്ങനെ ചന്ദ്ര ഇക്കിട് നിലാവിക്കിട്, അതെന്തൊരു ചന്ത പിന്നെ ആകാശത്തിൽ ആ ചന്ദ്ര എങ്ങനെ പ്രക്ഷോഭിച്ചിട്ടിക്കിട്, അതുപോലെ ആയിട്ട് ആ ഒരു കോലത്തിലായിട്ടിക്കിട്. അത്രയും ഒരു ആകർഷണീയമായ ഒരു വിഹംഗമയമായ നോട്ടായിട്ടിക്കിട് അവിടെ നിന്ന് കാണുവാൻ സാധ്യത. അത്ര ചന്തായിരിക്കാറങ്ങ് 14-ാം രാത്രിയിലെ പൂർണ്ണ ചന്ദ്ര ചെല്ലേ ആ നിലക്ക് പുണ്യമ രാത്രിയിലെ ചന്ദ്ര. സുമ്മല്ലദീന യലൂനഹും അലാ അശദ്ദി കൗകബിൻ ദുർരിയും ഫിസ്സമായി അളാഅൻ. പിന്നെ രണ്ടാമതായിട്ട് കിടക്കുന്ന ആൾമാർ മുഅ്മിനീങ്ങൾ അങ്ങ് പിന്നെ ആകാശത്തിൽ ജാവും പിന്നെ മിന്നിത്തിളങ്ങളെ നക്ഷത്ര പോലെ ആയിട്ടിരിക്കും അങ്ങനെ കാണുന്നത്. അത്ര ചന്തായിട്ട് അത്ര ആകർഷണീയമായിട്ട് കിടാറ്, അത്ര പ്രക്ഷോഭന അങ്ങനെ കാണുവാൻ സാധ്യതയുള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, സുമ്മഹും ബഅദ ദാലിക മനാസിലു, അതിൽ പിന്നെ ഓരോരോ ഓരോരോ അങ്ങനെ ഇബാദത്തനുസരിച്ചിട്ട് അങ്ങ് അല്ലാഹു ആകർഷണ കൊടുക്കണം. ലായബൂലൂന, ആ സ്വർഗത്തിൽ അങ്ങ് മൂത്രവീത്തവില്ല അഥവാ അങ്ങ് മൂത്രവീത്തില്ല. വല തഗവ്വത്തുന, കാഷ്ടിക്കവില്ല. വല യത്ഫുലൂന, അങ്ങ് തുപ്പവും ഉള്ള അവകാശമില്ല. നാലബായിലെല്ലാം കടികടിക്ക് തുപ്പിയാണ്ടിക്കരുത്, തുപ്പ് തന്നെ വന്നിട്ടിക്കരുത്. തുപ്പുള്ള അവകാശമില്ല, തുപ്പ് നീരയിക്കില്ല നാലബായിൽ. വല അതുപോലെ തന്നെ പിന്നെ അങ്ങ് മൂക്കട്ട പണ്ടേ ആ ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ മൂക്കട്ട പണ്ട വിഷയമില്ല. എല്ലാ നിലക്കും അങ്ങ് പരിശുദ്ധ ആൽമാറായിട്ടിക്കിടാറ്. എല്ലാ നിലക്കുള്ള വൈഭവങ്ങ, എല്ലാ നിലക്കുള്ളതായ വലിയ ഒരു മനുഷ്യ ഊഹ നിൽക്കാത്തതായ സൗകര്യവും അങ്ങ് അല്ലാഹു കൊടുത്തിട്ടിക്കിടും. ഫുള്ളായിട്ട് ഫാഷായ ജീവിതമായിട്ടിക്കിടും. പിന്നെ ഐഷാറാമി ജീവിതങ്ങൾ. അംഷാത്തുഹുമു ദഹബു, അങ്ങനെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും വലിയ ബലപാടുള്ളതായിട്ടിക്കിടും. അങ്ങനെ തലഭാര ചീപ്പ് പോലും ബംഗാറുതായിട്ടിക്കിടുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ചൊല്ലു. വരിഷുഹുമുൽ മിസ്ക്, അങ്ങനെ പിന്നെ കാഷ്ടിക്കില്ല മൂത്തിക്കില്ലല്ലേ. ആയെങ്കിൽ ആഹാരത്തൊന്നും കുറവുണ്ടോ, ധാരാളം തിന്നറാറങ്ങും. ബഗ്യ ഐറ്റംസ് തിന്നറാറ്, വെറൈറ്റി ഫുഡുങ്ങ. പക്ഷേ ആ തിന്നതെല്ലാം എവിടെ പോകണ്ടു? അത് ജീർണിച്ചിട്ട് വേസ്റ്റേജ് ആയിട്ട് ദുനിയാവിൽ പോയ പോലെ പോകണ്ടായില്ലേ. അത്
ಬೇರ್ಪಳಾയിട്ട് അള്ളാഹു അതിൽ പറത്തിടുക. പക്ഷേ ആ ಬೇರ್ಪೆಂಗಿൽ ದುರ್ನಾತ ഇല്ല, ദുനിയാവിടെ പോലെ ದುರ್ನಾತ ഇല്ല. അത് മിസ്കായിട്ട് പരിമളായിട്ട് നല്ല കസ്തൂരിയുടെ പരിമളായിട്ട്. വാസ്വാജുൽ ഹുർലീൻ അങ്ക് പിന്നെ റസിക്കുള്ളതായ വ്യവസ്ഥയുമുണ്ട്. അതായിട്ടുള്ള ഹൂർലീങ്ങൾ അങ്ക് ഭാര്യമാരായിട്ട് അള്ളാഹു കൊടുക്കണം. ദുനിയാവിടെ ഭാര്യമാരുള്ളാർ, അതോടുകൂടെ ഹൂർലീങ്ങൾ അള്ളാഹു അങ്ക് കൊടുക്കണം. സുബ്ഹാനല്ലാഹ് അഖ്ലാഖുഹും അലാ ഖൽഖി റജുലിൻ